പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടീ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടീ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തിരുസഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കുദാശകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ മഹത്വീകരണം അനുസ്മരിക്കുന്ന ഞങ്ങളെ വിശുദ്ധിയോടെ കുർബാന അർപ്പിക്കുവാനും മാലാഖമാരോടൊത്ത് അങ്ങേ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാദൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവദ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു.
സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 6-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. സോളമന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി. അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരള മരപ്പലകകളും നിരത്തി. ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലക കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാരു പലകകൾ കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല. കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ ദൈവം നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷകനായി തീർന്നു.
മരണപത്രത്തിൻ്റെ കാര്യത്തിൽ അത് എഴുതിയവൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിന് ഒരു സാധുതയുമില്ലല്ലോ. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചമന്ന ആട്ടിരോപവും ഹീസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതു ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നന്നായി പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 22:41 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിന്റെ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായൊരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് സഭയില് നമ്മുടെ കർത്താവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ ആരാധനാക്രമ കാലഘട്ടമനുസരിച്ച് ഒരു വർഷത്തിന്റെ സമാപന ആഴ്ചയിലാണ് നമ്മളായിരിക്കുക. അടുത്ത വെള്ളിയാഴ്ച തുടങ്ങി നമ്മുടെ 25 നോമ്പ് ആരംഭിക്കുന്നു. ആഗമന കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു വർഷം, ആരാധനാക്രമത്തിന്റെ ഈ ഒരു വർഷത്തിന്റെ അവസാനത്തെ ആഴ്ച നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ്, ദൈവമാണ് നമ്മളുടെ രക്ഷകനും നാഥനും എന്ന സത്യമാണ്. നമ്മുടെ സഭയുടെ, നമ്മുടെ ഭവനത്തിന്റെ, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ രാജാവായി ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം പ്രത്യേകമായിട്ട് സഭ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ ഈ അവസാനത്തെ ഞായറാഴ്ച, ഇനി നമ്മൾ പുതിയ കാലത്ത് അല്ല, ഒരു വർഷത്തിന്റെ സമാപനത്തിൽ നമ്മൾ ഈ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുക. ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം, ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മുടെ നേതാവ്, ക്രിസ്തുവാണ് നമ്മുടെ രാജാവ്. ഈ ഒരു സത്യം നമ്മുടെ മനസ്സിൽ എന്നും ഓർക്കാനായിട്ട് പരിശ്രമിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം അതിൽ എപ്പോഴും നമ്മൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ ലേഖന സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ക്രിസ്തു ഓരോ അടയാളങ്ങൾ ചെയ്തു കഴിയുമ്പോഴും അവനെ രാജാവാക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു. പക്ഷെ ഒരിക്കലും ക്രിസ്തു അതിൽ നിന്ന് കൊടുത്തില്ല എന്നാണ് പറയുക. ക്രിസ്തു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവൻ അപ്പം വർദ്ധിപ്പിച്ച ശേഷം, അവൻ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണിച്ചതിന് ശേഷം ഈ രാജാവാക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനം ആഗ്രഹിച്ചു. പക്ഷേ അവൻ അവരിൽ നിന്ന് മറഞ്ഞു എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഒരു ഗുണം അതായിരുന്നു, അവൻ ഒരിക്കലും നേതാവായി നിൽക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അവൻ നേതാവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കാത്ത ആ സമയത്ത് തന്നെ അവൻ അനേകരുടെ ഹൃദയത്തിൽ നേതാവായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പലപ്പോഴും നമ്മൾ വിചാരിക്കും, നമ്മളൊരു നേതാവാകണമെങ്കിൽ, മറ്റുള്ളവരുടെ ഇടയിലൊക്കെ നമുക്കൊരു സ്വാധീനം ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തൊക്കെയോ പവറുകൾ വേണമെന്നൊരു ചിന്തയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അധികാരം കിട്ടുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വലിയ മനുഷ്യനാവുക എന്ന ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അത് മാനുഷികമായ ചിന്തകളാണ്. അതിനപ്പുറത്ത് ഒരു കഴിവില്ലാത്തപ്പോൾ, ഒരു അധികാരമില്ലാത്തപ്പോഴും അവൻ അനേകരുടെ മനസ്സിൽ രാജാവാണെന്ന് ചരിത്രം തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങൾ, ഒരു 6 മാസമൊക്കെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ശവടപ്പ് നിങ്ങൾ ഓർമ്മയുണ്ടാവും.
അനേകരുടെ ഹൃദയത്തിൽ രാജാവായിരുന്നു. ചെങ്കോലും കിരീടവും ഇല്ലാതെയും നമുക്ക് ചിലരുടെയൊക്കെ ഹൃദയങ്ങളിൽ രാജത്വം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ചില വ്യക്തികളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിച്ച കാര്യം ഇതാണ്. മനുഷ്യരുടെ മനസ്സിൽ, മനുഷ്യരുടെ ഹൃദയത്തിൽ രാജാവാകാൻ, നേതാവാകാൻ ഒരു അധികാരവും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ പ്രാഭവമാണ് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മെ വിലയുള്ളവനാക്കുന്നത്, നമ്മളെ നേതാവാക്കുന്നത്. ക്രിസ്തു പറയുന്ന കാര്യം ഇതാണ്. അവനെ രാജാവാക്കാൻ പരിശ്രമിച്ചു, അവൻ രാജാവാകാൻ നിന്നു കൊടുക്കാതെ അവൻ അവരിൽ നിന്നൊക്കെ മറഞ്ഞു. പക്ഷേ അനേകരുടെ ഹൃദയത്തിൽ അവൻ രാജാവായി മാറി എന്നാണ്. ഒരു പട്ടാഭിഷേകമോ ഒരു കിരീടധാരണമോ നടത്താതെ തന്നെ അനേകരുടെ ഹൃദയത്തില്, അനേകരുടെ ജീവിതത്തില് രാജാവാകാൻ ക്രിസ്തുവിന് സാധിച്ചത് അവന്റെ വ്യക്തി ജീവിതത്തിന്റെ നല്ല ഗുണമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ചേക്കേറേണ്ടത് അധികാരം കൊണ്ടോ ധാർഷ്ട്യം കൊണ്ടോ നമ്മുടെ ഇതായ അധികാരങ്ങൾ കൊണ്ടൊന്നുമല്ല, മറിച്ച് സ്നേഹം കൊണ്ടാണ്. മദർ തെരേസ പറഞ്ഞ ഒരു വചനമുണ്ട്, ഈ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ഈ ലോകം കീഴടക്കുക എന്നുള്ളത്. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ വ്യക്തിയുടെ പേരാണ് ഈശോ ക്രിസ്തു. സ്നേഹം കൊണ്ട് അവസാന സമയത്ത് പോലും ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തെ കീഴടക്കിയ മനുഷ്യനാണ് ഈശോ. അതുകൊണ്ടാണ് മദർ തെരേസ പറയുക, സ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴടക്കുക, ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ കുടുംബത്തെ, നമ്മളുമായി ബന്ധപ്പെട്ടവരെ കീഴടക്കേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ടാണെന്ന് ഈ ക്രിസ്തു രാജത്വ തിരുനാൾ 1-ാം ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത്, ക്രിസ്തു ഒരു അഭിഷിക്തൻ എന്നാണ് മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ യഹൂദരുടെ വലിയ ഒരു വിശ്വാസമാണ് മിശിഹ വരും എന്നുള്ളത്. ദാവീദിന്റെ വംശത്തിൽ മിശിഹ വരും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നവരാണ് ഇസ്രായേൽ ജനം. നമുക്കറിയാം, ഇന്നും അവർ കാത്തിരിക്കുകയാണ്. മിശിഹ വരും, തങ്ങളെ തകർക്കപ്പെട്ട ദേവാലയം പുനരുദ്ധരിക്കും, തങ്ങളെ നല്ലൊരു ശക്തമായ രാജ്യമാക്കി അവർ മാറ്റുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഫ്ലാഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റാറാണ്. ആ സ്റ്റാറിനെ ഡേവിഡിന്റെ സ്റ്റാറായിട്ട് പറയുക, ദാവീദിന്റെ നക്ഷത്രമാണ്. നമുക്കറിയാം, ക്രിസ്തു ജനിച്ച സമയത്ത്, മിശിഹ ജനിച്ച സമയത്ത് ആകാശത്ത് എന്തുണ്ടായിരുന്നു? ഒരു നക്ഷത്രം ഉദിച്ചിരുന്നു. ഇനി ക്രിസ്തു രാജാവാകാണ് എന്നതിന്റെ ഒന്നാം തെളിവാണ്, ദാവീദിന്റെ വംശത്തിലാണ് ഈശോ ജനിച്ചത്. ദാവീദിന്റെ വംശത്തിലാണ്, ബത്ലഹേമിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ ജനിച്ച സമയത്ത് ഒരു പ്രത്യേകമായ നക്ഷത്രം വാനിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, അവൻ ജനിച്ച സമയത്ത് അവനെ കാണാനായി ജ്ഞാനികൾ വന്നു എന്നുള്ളതാണ്. പൊന്ന്, മീറ, കുന്തിരിക്കം, രാജ്യത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ അവന് കാഴ്ചവെച്ചുകൊണ്ട് വരാനിരിക്കുന്ന രാജാവ് നീ തന്നെയാണ് എന്ന് ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. അവസാനമായിട്ട് ഈ മനുഷ്യനെ, ക്രിസ്തു എന്ന മനുഷ്യനെ കുരിശിലേറ്റി കൊന്ന സമയത്ത് വിജാതീയനായ പീലാത്തോസ് ഒരു വാചകം എഴുതി വെച്ചു, യൂദന്മാരുടെ രാജാവായ നസ്രായനീശോ. യേശുവും നസ്രയോരും റെക്സ് യൂദയോരും, യൂദന്മാരുടെ രാജാവായ നസ്രായനീശോ. പ്രിയമുള്ളവരെ, ഈ ഒരു രാജ്യത്വം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരു രാജാവ് വരും, ആ രാജാവ് ഈ ഈശോ വന്നപ്പോൾ ഈശോ പറഞ്ഞ കാര്യം, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈശോ അത് പറയുമ്പോൾ അതിലൊരു അർത്ഥമുണ്ട്. രാജ്യം എന്നുള്ളത് ഈശോ തന്നെയാണ്. ഈശോ അവിടെ മധ്യ ആയിരിക്കുന്ന സമയത്താണ് പറയുക, എന്റെ രാജ്യം ഐഹികമല്ല, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്താണ് സ്വർഗരാജ്യം? ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ കാണുന്ന അനുഭവമാണ് സ്വർഗം. ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ഇടമാണ് സ്വർഗം. ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ നോക്കിയിട്ടാണ് ഈശോ പറയുക, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നിങ്ങൾ കാണുന്നവനാണ് ദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിൽ സന്നിഹിതമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, നിങ്ങളുടെ രാജ്യം, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ഈശോ നമ്മുടെ കൂടെയുണ്ട്, ഈശോയെ കാണാൻ പറ്റുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദൈവരാജ്യം എന്നുള്ളത്, സ്വർഗം എന്നുള്ളത് നമ്മുടെ കുടുംബമാണ്.
നമ്മൾ വരാനിരിക്കുന്ന ഒരു ലക്ഷ്യം, സ്വർഗം നമ്മൾ സ്വപ്നം കാണുന്നു. ആ സ്വപ്നം അത് നമുക്ക് എത്തിച്ചേരേണ്ട ഇടമാണ്. ആ എത്തിച്ചേരേണ്ട ഇടത്തില് അതിന്റെ ഒരു മുന്നാസ്വാദനമായി ദൈവം നൽകിയിരിക്കുന്ന സ്വർഗത്തിന്റെ അനുഭവം എന്നുള്ളത് നമ്മുടെ കുടുംബമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കുടുംബം എന്ന സ്വർഗത്തെ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കുടുംബം എന്ന സ്വർഗത്തെ ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ഈ ക്രിസ്തുരാജ്യ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, സ്വർഗം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അത് നീ ആയിരിക്കുന്ന നിന്റെ ഭവനമാണ്. നിന്റെ അപ്പനും നിന്റെ അമ്മയും നിന്റെ മക്കളും അടങ്ങുന്ന സ്വർഗത്തിന്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കുന്നുണ്ടോ? സ്വർഗം നിന്റെ ഇടയിൽ തന്നെയുണ്ട്. നമ്മൾ വേറൊരു സ്വർഗത്തെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മളായിരിക്കുന്ന ഇടത്തെ അനുഭവിക്കാൻ, സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം ചില വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ്, നമ്മൾ അക്കരെ പച്ച എന്ന് പറയല്ലോ. ഇവിടെ ഇരിക്കുന്ന പറയും ഇവിടെ ഒരു സന്തോഷമില്ല, അവിടെ ആയാൽ മതിയായിരുന്നു പറയും. അവിടെ ആയിരിക്കും പറയും ഓ ഇതിനേക്കാളും ഭേദം നേരത്തെ ആയിരുന്ന സ്ഥലമാണെന്ന് പറയും. പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളായിരിക്കുന്ന ഇടത്തെ സ്വർഗമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളായിരിക്കുന്ന ഇടം അത് സ്വർഗത്തിന്റെ അനുഭവം, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഈശോ നൽകുന്ന സന്ദേശം. ഈ രണ്ട് ചിന്തകള് നമ്മുടെ മനസ്സിൽ നമുക്ക് ഒതുക്കി വെക്കാം. നമ്മൾ അധികാരം കൊണ്ടല്ല മനുഷ്യരുടെ നേതാവും രാജാവും ആകേണ്ടത്. നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് അനേകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, നമ്മളായിരിക്കുന്ന ഇടത്തെ നമ്മൾ സ്വർഗമാക്കി മാറ്റുക. ഈശോ പറയുന്നുണ്ട്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നിങ്ങൾ മറ്റൊന്നിനെ പ്രതീക്ഷിച്ച് മറ്റൊന്നിലേക്ക് കണ്ണ് ദൃഷ്ടി പതിപ്പിക്കണേക്കാൾ ഉപരിയായി നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ സമൂഹം, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ജോലി സ്ഥലം, നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ആ വ്യക്തികളുടെ ഇടയിൽ സ്വർഗം അനുഭവിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു രാജ്യത്തെ തിരുനാളിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നിട്ടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗമാറ്റത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവെ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യസഭത്തിലേക്ക് നയിക്കുന്ന കർത്താവെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധമായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുവരാക്കാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കാൻ ആഹ്വാനം ചെയ്ത കർത്താവെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാക്കണമേ. സകല ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപോകാൻ രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖമായി സഭയെ സ്ഥാപിച്ച കർത്താവെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാക്കണമേ. കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മത്രയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നീ പിതാവിനോട് ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യം നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്ഥലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ
സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിന്ന സാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമ്പോൾ ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലായികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥന ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രികേസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരിയുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം യാക്കോബെന്നിവർദ്ധൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സ്രപേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. Hosanna, 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 Hosanna. വിണ്ടലവും വാനിടവും പാടുന്നിതങ്ങേക്കോശാന, വാനവരും മാനവരും വാഴ്ത്തുന്നു ദൈവത്തിൻ നാമത്തെ. പരിശുദ്ധൻ 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 അത്യുന്നതങ്ങളിൽ വാഴുന്ന സ്വർലോകനാഥനിന്നോശാന. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയ പുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ
നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത ഭാവികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ മുശംശാനമാ സമർപ്പിതരൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ സന്യാസാർത്ഥികൾ വിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവന് വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞപ്പോൾ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനും അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും യോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇറപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയ തോന്നണമേ.
അങ്ങയുടെ കാരുണ്യാദ്രയത്തിന് ശ്രദ്ധമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും. നമ്മുടെ കർത്താവിശ്വ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമലമായ ശരീരത്തിന്റെ രസങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യേകതകളോട് സമർപ്പിക്കാം. അനിതാപത്തുള്ള ശരത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധന നാഥനായ ദൈവത്തോട് കൃപയും പാപം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതാനം കലമടഞ്ഞ് നമ്മുടെ മനസ്സാ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രു നിർദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കൾ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിസ്ഥാനമായ പത്രികപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പെടുമയത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളോർക്കനും ആത്മാക്കളെ രക്ഷയും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നീശ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
നമ്മെ ജീവിപ്പിക്കുന്ന ആവശ്യം കൃപാവരും അവിടുത്തെ കാരുണ്യത്തെ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി സ്വർഗരാജ്യത്തിൽ വിശ്വസ്തോടെ ദൈവപുത്രരെ സ്വീകരിക്കാനും അവിടുത്തെ രക്തമാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരു ശരീരവും തിരുരക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധന്മാരുടെ കൃപാർത്താൽ സുത്രമരിച്ചവും ജീവിതായും ദൈവമായ ഈ രഹസ്യങ്ങൾ സമർപ്പിച്ച് ഇവയിൽ പങ്കുകളുമായ യോഗ്യരോട് നമുക്ക് എല്ലാവർക്കും എവിടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർ ഇനി മൈതാനത്തെ കുറിച്ച് കർത്താവിനെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ സ്നേഹവും പരിപാലനവും നൽകി അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയൊരു സ്ഥലമായ സഭയെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അനന്ത കാരുണ്യം ഞങ്ങൾ വാഴ്ത്തുന്നു. തിരുനാമത്തിൽ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും ദിവരഹസ്യങ്ങളിൽ പങ്കുചേരുവാനും ഭാഗ്യം ലഭിച്ചു ഞങ്ങളെ സ്വർഗവാസികളോടുകൂടെ അങ്ങേ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീരക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയുടെ ചെറിയ പതിപ്പായ കുടുംബങ്ങളെ വിശ്വാസത്തിൽ വളർത്തണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. വാഗ്ദാനത്തിൻ പൂർത്തിക്കായി സുധനെ നൽകിയ താതനും സഭതൻ വരനാമിശിഹായ്ക്കും സ്തുതിഗീതങ്ങൾ പാടിടാം. ദൈവികമാകും തീക്ഷ്ണതയാൽ നിറയാൻ നിർമ്മലരായിടാൻ നമ്മെ നയിക്കും റൂഹായ്ക്കാൻ നിതരാം നന്ദിയുയർത്തിടാം. അന്ത്യവിധിക്കായി രാജാവാ മിശിഹ ആഗതനാകുമ്പോൾ വലതുവശത്തണിച്ചേർന്നിടാ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. ജീവനേഴും തിരുശ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴുമേ എപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.